ഒരു മുസ്തഫ പോലും ഇനി മരിക്കാൻ വേണ്ടി പാടില്ല. ഈ ആദവനാട് പഞ്ചായത്തിനോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവിടെ ബോർഡ് നിർമ്മിക്കണം, ഇവിടെ തടയണ നിർമ്മിക്കണം. കാര്യം ഇനി ഒരാൾ പോലും ഇവിടെ മരിച്ചിട്ട് നിങ്ങൾ കൈകൂപ്പി വരരുത്. ഇവിടെ ഭരിക്കുന്ന ആളുകളുടെ അനാസ്ഥയോടുകൂടി ഒരു കുടുംബത്തിലെ ജീവൻ എടുത്ത് ആ കുടുംബം പിച്ചെടുക്കേണ്ട രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ കുടുംബത്തെ വഴിയാതരാക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഈ ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിനോടും പറയാണ്, ഇത് നിങ്ങൾക്കുള്ള വാണിംഗ് ആണ്. എത്രയും പെട്ടെന്ന് ഈ റോഡിൽ ഇത്തരം ദിശകളോ അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് ഇവർക്ക് സേഫ് ആയിട്ടുള്ള മാർഗങ്ങളോ സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത തവണ നിങ്ങളെ വന്ന് ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കുന്ന രീതിയിലേക്ക് പോകും. കാരണം ഈ നാട്ടിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ അറിയും ഇവിടെ കോറിയുള്ള കാര്യം. ഇപ്പം നമ്മളൊക്കെ ഈ വൈക്ക് റോഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, രാത്രി സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു. വേറെ എന്ത് ചെയ്യാനത്? ഈ ഇറക്കത്തിൽ ഇത് എന്താ 90 ഡിഗ്രി ഇറക്കത്തിൽ ഇറങ്ങി അപ്പാടെ തന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളവാ. ശരിക്കും ഇത് ആ ഡ്രൈവർ തൽക്കാലം ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. ആ പാവത്തിന് അറിയില്ല ഈ കോറിയുള്ളത്. കോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പരിധിയിൽ കണ്ട് തിരിഞ്ഞിട്ട് അവിടുന്ന് കൊണ്ട് വരുമ്പോ ഇതിനെക്കാട്ടും ഡേഞ്ചറുള്ള കോറിയാണ് ഇത് ഇപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ കാണുന്നത്. അതിനെക്കാട്ടും ഡേഞ്ചറിലാണ് കുറച്ചപ്പുറം ബസ് സ്റ്റോപ്പിന്റെ ബാക്കിലുണ്ട്, ബസ് സ്റ്റോപ്പിന്റെ ബാക്കിലുണ്ട്. അതിനെക്കാട്ടും ഡേഞ്ചർ ഉണ്ട് അപ്പുറത്ത് വേറെ. ഇവിടെ കോറികൾ ഫുള്ള് ഡേഞ്ചറിലാണ്, ഒക്കെ ഡേഞ്ചറിലാണ് നിൽക്കുന്നത്. എന്റെ ബാക്കിൽ ഈ കാണുന്ന ഈ ലോറിയില്ലേ, ഈ ലോറി കാണുമ്പോൾ വിഷമാണ്. കാര്യം ഒരുപാട് വേദനയാണ് എനിക്ക്. കാര്യം ഞങ്ങളൊക്കെ ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി അത്രയേറെ സംസാരിക്കുന്നതാണ്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കടുത്ത് ആദവനാട് കുറ്റിപ്പുറം റോഡിലാണ്. ആദവനാട് ടൗണിൽ നിന്ന് കുറ്റിപ്പുറം റോഡിലാണ്. 2 ദിവസം മുമ്പ് മുസ്തഫ എന്ന ഒരു ലോറി ഡ്രൈവർ, ക്ലീനർ ആയിരുന്നു എന്ന് പറയുന്നു, പക്ഷേ ലോറി ഡ്രൈവർ അദ്ദേഹം മരണപ്പെട്ടു. ഇവിടെ ഇനി ഒരു മുസ്തഫ പോലും മരണപ്പെടരുത് എന്ന് വെച്ചിട്ടാണ് ഇത്തരം വീഡിയോകൾ ജനങ്ങൾക്ക് പങ്കുവെക്കുന്നത്. ഈ ആദവനാട് കുറ്റിപ്പുറം റോഡിലൊക്കെ ഒരുപാട് കോറികൾ, ഇവിടെ പഴയ കാലത്ത് പ്രവർത്തിച്ച കോറികളുണ്ട്. അതൊക്കെ വലിയ രീതിയിലേക്ക് ഭീഷണിയായി നിൽക്കുകയാണ്. ഇനി ഒരാൾ പോലും, ഇവിടുത്തെ നാട്ടുകാർ പോലും അത്തരം രീതിയിലേക്ക് ഒരാളുടെ ജീവൻ പോവരുത് എന്ന് വെച്ചിട്ടാണ് ഇത്തരം രീതിയിലേക്ക് വീഡിയോ ജനങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. കാര്യം ഓരോ കുടുംബത്തിൻ്റെയും അത്താണികളാണ് നഷ്ടപ്പെടുന്നത്. 2 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയ മുസ്തഫ വലിയ രീതിയിലേക്ക് ആ കുടുംബത്തിന് അത്താണിയായിരിക്കാം. മനാഫ്ക, ഇത്തരം രീതിയിലേക്കുള്ള സംഭവങ്ങളാണ്. അതായത് റോഡിൽ ഒരു സിഗ്നൽ പോലും ഇല്ല. അത്തരം രീതിയിലേക്ക് പോകുമ്പോൾ എന്താണ് അവസ്ഥ? ഞാൻ ഈ വിഷയത്തിൽ വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. സമാനമായ നമ്മളെ സ്വന്തം അനുഭവം തന്നെ ഉണ്ട്. കാണുമ്പോൾ ഹൃദയം പൊട്ടുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മളെ നാട് എത്ര പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും പല രീതിയിലുള്ള അപര്യാപ്തത ഈ റോഡിൻ്റെ വിഷയത്തിൽ എന്താ പറഞ്ഞാൽ, ആരോ ചെയ്യുന്ന തെറ്റിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം മൊത്തം ബലിയാടാവുകയാണ്. ഈ കാണുന്ന ഈ രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും കുത്തനുള്ള ഇറക്കത്തിൽ സ്വാഭാവികമായിട്ട് ഒരു ലോഡോട് കൂടി വരുന്ന ഏത് ലോറി ആയാലും ബ്രേക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇങ്ങനെ നഷ്ടപ്പെടുമ്പം ചെന്ന് പെടുന്നത് എന്താ പറഞ്ഞാൽ, സുരക്ഷിത സ്ഥാനം എന്ന് വിചാരിച്ചിട്ട് ചെന്നത് ഒരു വലിയൊരു എന്താ പറയുക കുഴിയിലേക്കാണ്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കണ്ടാൽ അറിയാലോ, ഒരു 100 മീറ്ററോളം താഴ്ചയിലേക്കാണ് ഈ ലോറി മറിഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആളെ രക്ഷപ്പെടുത്താൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്. ഏതായാലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇവിടെ വന്ന് ഈ രംഗം കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഇവിടുത്തെ പഞ്ചായത്ത് ആയിക്കോട്ടെ, ഇവിടുത്തെ ഏത് അധികാരികളായിക്കോട്ടെ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. വാഹനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ലോഡോട് കൂടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു എന്താ പറയുക, ഇവിടെ തടയാനുള്ള ഒരു മാർഗ്ഗവും ഇല്ല. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നാട്ടിലുള്ള ആളുകളുടെ ഈ പരാതികൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇത്തരത്തിൽ ഒരുപാട് വർഷങ്ങൾ മുന്നേ നിർത്തിപ്പോയ കോറികൾ ഇപ്പോഴും മൂടാതെയും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സൂചനാ ബോർഡ് നൽകാതെയും വെച്ചിക്കാൻ അറിയുമ്പോൾ തന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇത്രയും കാലം എൻ്റെ കാഴ്ചപ്പാടിൽ ഇത്ര ഒന്നല്ല മരണങ്ങൾ ഉണ്ടാവേണ്ടത്. എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഈ മരണങ്ങൾ കുറഞ്ഞത്. പക്ഷെ എന്താ പറഞ്ഞാൽ, ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇവിടെ ഇതിന് മുമ്പ് വാഹനങ്ങൾ ഇതിൻ്റെ കോറിയിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യം കുറിക്കണം. ഈ ഒരു അപകടം അവസാനത്തെ അപകടമാണ്. ഇനി ഇങ്ങനെയുള്ള പാവം മുസ്തഫനെ പോലുള്ള ആളുകൾ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അധികാരികൾ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിക്കുകയും ഇവിടെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം ഉണ്ടാക്കണ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റോട്ടും വന്ന് പെട്ടെന്നൊരു വണ്ടി ബ്രേക്ക് നഷ്ടപ്പെട്ട് വന്നാലും എന്താ ഒക്കയിലേക്ക് മറിയാത്ത രൂപത്തിൽ അവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു തടസ്സം ഉണ്ടാക്കി വെക്കണം എന്നാണ് പറയാനുള്ളത്. ഇനി ആർക്കും ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച ഒരു കുടുംബത്തിന്
അത്താണി നഷ്ടപ്പെടാൻ പാടില്ല. മനാഫ്ക, ഇത്തരം രീതിയിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ലോറി ഡ്രൈവർമാർ അല്ലെങ്കിൽ ഡ്രൈവർമാരൊക്കെ ഒരുപാട് ആളുകളൊക്കെ ജീവൻ നഷ്ടപ്പെടുന്ന ഈ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അല്ലേ? പലപ്പോഴും നമ്മൾ ജനങ്ങൾക്ക് മുമ്പ് കൊണ്ടുവരുന്ന സ്റ്റോറികളൊക്കെ പാവപ്പെട്ട ആളുകളാണ്, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നശിക്കുന്നത്. അതായത് സർക്കാരുകളുടെ അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന ആളുകളുടെ അനാസ്ഥയോടുകൂടി ഒരു കുടുംബത്തിലെ ജീവൻ എടുത്ത് ആ കുടുംബം പിച്ചെടുക്കേണ്ട രീതിയിലേക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തെ വഴിയാതരാക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഈ ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിനോടും പറയാണ്, ഇത് നിങ്ങൾക്കുള്ള വാണിംഗ് ആണ്. എത്രയും പെട്ടെന്ന് ഈ റോഡിൽ ഇത്തരം ദിശകളോ അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് ഇവർക്ക് സേഫ് ആയിട്ടുള്ള മാർഗങ്ങളോ സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത തവണ നിങ്ങളെ വന്ന് ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കുന്ന രീതിയിലേക്ക് പോകും. കാര്യം ഓരോ പാവപ്പെട്ട ആളുകളും കഷ്ടപ്പെട്ടാണ് കുടുംബം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകളും സുരക്ഷ ഇല്ലാതെ യാത്ര ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഇത്തരം രീതിയിലേക്ക് പ്രതികരിക്കേണ്ടി വരും. കാര്യം ഓരോ ആളുകളും ഓരോ അത്താണികളാണ്. മനാഫ്ക, ഇത്തരം രീതിയിലേക്ക് ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു, എന്ത് ചെയ്യാൻ പറ്റില്ല? പഞ്ചായത്തിനെതിരെ കേസ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രാഷ്ട്രീയ ഭേദമന്യേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് ഇവരിതിനെ കാണുന്നത്. ഇത് ഏറ്റവും വലിയ കാര്യമാണ് കാണുന്നത്. കാരണം ഈ നാട്ടിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ അറിയും ഇവിടെ കോറിയുള്ള കാര്യം. ഇപ്പം നമ്മളൊക്കെ ഈ വൈക്ക് റോട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രാത്രി സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു. വേറെ എന്ത് ചെയ്യാനത്? ഈ ഇറക്കത്തിൽ ഇത് എന്താ 90 ഡിഗ്രി ഇറക്കത്തിൽ ഇറങ്ങി അപ്പാടെ തന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളവാ. ഈ വളവൊക്കെ പറഞ്ഞാൽ പേടിയാവുക കണ്ടിട്ട്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ എന്നുള്ള നിലക്ക് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടേണ്ടത് റോട്ടിൽ ആ ഡ്രൈവർക്ക് നല്ല സേഫ്റ്റിയോട് കൂടിയിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു അവസരം കേരള ഗവൺമെന്റ് തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ളതാണ്. മാനു, ഇത്തരം സംഭവം നമ്മൾ ശരിക്കും വിഷമത്തിലാണ് മാനു നിൽക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ ഒരാളുടെ ജീവൻ എടുക്കുകയാണ്, അനാസ്ഥയുണ്ട്, ഒരാളുടെ ജീവൻ എടുക്കുകയാണ്. നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് 24 മണിക്കൂറും അല്ലേ? നമുക്കൊന്ന് ഉറക്കം ചെറുതായിട്ടൊന്ന് ലെവലിൽ വന്നു, ഒരു സിഗ്നലുകൾ, ഒരു ഹമ്പ്, ഈ ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ഹമ്പ് പോലും ഇല്ലാതെയാണ് ഈ പണി കഴിപ്പിച്ചിരുന്നത് അല്ലേ? എന്താണ് പറയാനുള്ളത്? പറയാം. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് കണ്ടപ്പോഴാണ് നമുക്ക് ഇതിന്റെ സിറ്റുവേഷൻ മനസ്സിലാവുന്നത്. ശരിക്ക് ഇത് ആ ഡ്രൈവർ തൽക്കാലം ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. ആ പാവത്തിന് അറിയില്ല ഈ കോറിയുള്ളത്. പക്ഷെ അതിന് മുന്നേ ഒരു കോറി ഉള്ളത് അവൻ അറിയുന്നതുകൊണ്ട് ആ ഒരു കോറി കട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോലും ഒരു എന്തില്ല. കാരണം ഇതിന് മുന്നേ ആ ഓട്ടോറിക്ഷ പിന്നെ എന്താ പറയുക കോറിയിലേക്ക് പോവുകയും അതുപോലെ തന്നെ അവർ രക്ഷപ്പെട്ടൊക്കെ ചെയ്തല്ലേ, മരണം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തരം സൈൻ ബോർഡുകളോ ഇല്ലെങ്കിൽ ബാരിക്കേഡുകളോ താൽക്കാലം വണ്ടി എന്തെങ്കിലും പിന്നെ ഭാഗ്യവശാൽ ബ്രേക്ക് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തൽക്കാലം പിന്നെ ഒരു സുരക്ഷിതമായിട്ടൊന്ന് വണ്ടി ചാരാനോ അല്ലെങ്കിൽ സൈഡാക്കാനോ പറ്റിയിട്ടുള്ള ഒരു സൈൻ ബോർഡോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബാരിക്കേഡുകളോ ഉണ്ടാക്കണം എന്നാണ് പഞ്ചായത്ത്. വയനാട് ചുരത്തിൽ ഈ സംഭവം സക്സസ് ആണ്. പല വണ്ടികൾ, ലോറികളടക്കം നിലത്തോട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്സിഡന്റ് ആവുന്ന സമയത്ത് അതിൽ തടഞ്ഞു നിർത്തുന്ന അവസ്ഥ ഉണ്ട്. നിങ്ങളുടെ ഈ നാട് എന്താണ് ഈ രീതിയിലേക്ക് ഭരണം പോകുന്നത്? അതായത് കൃത്യമായി എടുത്തു പറയേണ്ടത്, ഇത് നിങ്ങൾക്കടക്കമുള്ള സുരക്ഷയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ? ഈ നാട്ടിൽ ഇനി ഒരാൾ പോലും ഈ ജീവൻ പോകരുത്, അനാസ്ഥ കൊണ്ട് ഒരാൾ പോലും ജീവൻ പോകരുത്. എന്താണ് പറയാനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ഇത്ര കോറികൾ കൊണ്ടാണ് ഈ നാട്ടിൽ ഉപജീവനം നടന്നിരുന്നത്. സോ ഒരു പക്ഷെ ഞങ്ങൾക്ക് ഒരു കുളിച്ച കോറികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ കോറികളൊക്കെ അറിയാം. അപ്പോൾ ഈ കഴിഞ്ഞ നമ്മളെ ഗ്രാമസഭയിൽ ഇതേപോലെ നമ്മളെ മെമ്പറിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു കോറി വരുന്നത്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഈ വർഷത്തിൽ പെടുത്താൻ പറ്റൂല, അതുകൊണ്ട് അടുത്ത ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നടന്നതിനെ കുറിച്ച് നമ്മൾ പ്രസിഡന്റുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ് നമുക്ക് ഈ വാർഷിക പദ്ധതി കഴിയാണല്ലോ, അതുകൊണ്ട് ഈ PWDയോട് നേരിട്ട് സംസാരിക്കുക എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ഞങ്ങൾ. നിലമ്പാടി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത്ര വിഷയത്തിനെ കുറിച്ചിട്ട്. പിന്നെ ഇത് സ്വകാര്യ വ്യക്തികളായതുകൊണ്ട് തന്നെ ആദ്യം ഈ പറഞ്ഞ അപകടം ഉണ്ടായപ്പോൾ ചെറിയ തോതിൽ എന്തോ ആ ഭിത്തികളൊക്കെ ഉണ്ടാക്കി. പക്ഷെ അത് പോരാ. അപ്പോൾ നിർബന്ധമായിട്ട് ഇതിനൊരു തീരുമാനം കാണണമെന്ന് ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ സജ്ജമായിട്ട് നിൽക്കുകയാണ്. ഇനി PWD ഇടപെട്ടിട്ട് ആ മറ്റേ കോൺക്രീറ്റിന്റെ ഭിത്തിയാണോ മറ്റേ ഇരുമ്പിന്റെ ഭിത്തിയാണോ ഏതാണ് ശാശ്വതം അല്ലെങ്കിൽ ഏതാണ് ഉറപ്പ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. നിരന്തരമായി ഇനി ഇതിന് ഇവിടെ നിന്ന് ചർച്ച നടക്കാനുള്ള പ്ലാനിങ്ങിൽ തന്നെയാണ് ഞാൻ. അതിൽ നിങ്ങൾ നാട്ടുകാരൻ എന്നുള്ള ലെവലിലേക്ക് ഞാൻ ഒരു നിയമം പറയാം. അതായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ട വിഷയമാണിത്. ഇത് PWD ചർച്ച ചെയ്യുക. ഈ റോഡിന്റെ സൈഡ് വശമൊക്കെ ഇത് സർക്കാരിൻ്റെയാണ്, അല്ലെങ്കിൽ റോഡ് സൈഡാണ്. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് പാർട്ടീൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാര്യം അത്തരം രീതിയിലേക്ക് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിന്റെ ഏത് സൈഡിൽ വേണോ, നിങ്ങളുടെ കടയുടെ മുന്നിൽ ഒരു ഭിത്തി സ്ഥാപിക്കണമെങ്കിൽ കടയുടെ പെർമിഷൻ വേണ്ട. അപകടമാണ്, അവിടെ അപകടം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭിത്തി സ്ഥാപിച്ചേ മതിയാകൂ. കടയല്ല പ്രശ്നം, ജനങ്ങളാണ് പ്രശ്നം എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നു ഇവിടെ പല രീതിയിലേക്കും വലിയ രീതിയിലേക്ക് കോറികളുണ്ട്. എവിടെയാണ് ആ സ്ഥലം? കോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പരിചയം കണ്ട് തിരിഞ്ഞിട്ട് അവിടുന്ന് കൊണ്ട് വരുമ്പോ ഇതിനെക്കാട്ടും ഡേഞ്ചറുള്ള കോറിയാണ് ഇത് ഇപ്പൊ ഇതിന്റെ ഫ്രണ്ട് കാണുന്നത്. അതിനെക്കാട്ടും ഡേഞ്ചറിലാണ്
കുറച്ച് അപ്പുറം ബസ് സ്റ്റോപ്പിന്റെ ബാക്കിലുണ്ട്, ആ. ഒന്ന് ബസ് സ്റ്റോപ്പിന്റെ ബാക്കിലുണ്ട്. ആ. അതിനെക്കാട്ടും ഡേഞ്ചർ ഉണ്ട് അപ്പുറത്ത് വേറെ ഒന്ന്. ഇവിടെ കോറികൾ ഫുള്ള് ഡേഞ്ചറിലാണ് നിൽക്കുന്നത്. ഒക്കെ ഡേഞ്ചറിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ എന്നാ ചെറിയ ഡേഞ്ചർ ഇത് സംഭവിച്ചു പോയെന്ന് പറയാം. ഇതിനെക്കാട്ടും ഡേഞ്ചറാണ് അവിടെ കോറികളുള്ളത്. ഒന്ന് ഇപ്പൊ ഈ ബസ് സ്റ്റോപ്പിന്റെ ഇവിടെ ഇപ്പൊ നിങ്ങളിപ്പോ തന്നെ പോയാൽ കാണാം. ഈ ബസ് സ്റ്റോപ്പിന്റെ ഇവിടെ ഒന്ന് താഴത്ത് കണ്ട് ഇറങ്ങുന്ന റോഡുണ്ട്, അവിടെ ഫുള്ള് താഴത്ത് കിടക്കുന്ന റോഡും ഈ റോഡും ഒരു വ്യക്തിയൊന്നും നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരോ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവിടെ സുരക്ഷിതമായി വീട്ടിലെത്തുമോ എന്നുള്ള ഞാൻ പറയുന്നത്. നിങ്ങളുടെ മക്കളൊക്കെ വിട്ടേര്. പുറത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ഇത്ര ഡേഞ്ചർ സിറ്റുവേഷൻ ആണെന്ന് അറിയോ? അറിയില്ല. ഇല്ല, എനിക്കറിയോ. ആൾക്കറിയില്ല, ഈ കുട്ടികൾക്ക് അറിയില്ല. ഇപ്പൊ ഞമ്മക്കറിയാം ഈ കോറി ഇവിടെ ഉണ്ട്, ഇങ്ങനെ വള്ളക്കുണ്ടുണ്ടെന്ന്. പുറത്തൊരാൾ വരുമ്പോ അറിയില്ല, പോയിട്ട് വണ്ടിക്കാരനും അറിയില്ല, വണ്ടി ഓടിക്കണവർക്കും അറിയില്ല. അപ്പൊ ആ കോരിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങോട്ട് വരുമ്പോ ഇവിടെ തന്നെ വരുമ്പോ? അതെ, ഭയങ്കര കുണ്ടാണ്, ഇതിന്റെ ഒക്കെ ഡബിൾ കുണ്ടാ. അല്ല, ഇത് ഞാൻ പറയുന്നത് ഒരു അപകടം വേണ്ടി വന്നോ നിങ്ങൾക്ക്? ഇത്തരം രീതിയിലേക്ക് ഒരു അപകടം വേണ്ടി വന്നോ നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ? ഇത് സൂചിപ്പിക്കാൻ ഇപ്പൊ ഒരു അപകടം വേണ്ടി വന്നേ. ഇത് മുന്നേ ഇവിടെ വണ്ടി പറഞ്ഞിട്ട് ഇതേമാതിരി ഒക്കെ പോയതാണ്. പിന്നെ അതങ്ങനെ ആൾക്കാർ അങ്ങനെയാണ്ട് കണ്ണിമ്പി ആർക്കും പിന്നെ അതിനെ കുറിച്ചൊന്നും പറയാനില്ല. അല്ല, ഇവിടുത്തെ പഞ്ചായത്ത് ഇത് മൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമ നടപടി ഒന്നും എടുത്തിട്ടില്ല. അത് പ്രൈവറ്റ് വ്യക്തിൻ്റെതാണ് ഈ വള്ളം ഉപയോഗിക്കുന്നത്. ഇത് ഈ വള്ളം ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമാണ്. ഈ വള്ളക്കെട്ട് നിൽക്കുന്ന കോരി ഞാൻ പറയുന്നതേ, കോറി മൂടണം എന്നുള്ള കണ്ടീഷനിലേക്കല്ല. നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ റോഡ് ഉണ്ട്, അപകട മേഖലയാണ്, ഒരു ഹമ്പ് ഇവിടെ ചെയ്യാമായിരുന്നല്ലോ. അത് ആ തീർച്ചയായും അതുപോലും ചെയ്യാൻ കഴിയാത്തല്ലേ? സംരക്ഷണ ഭിത്തി ചെയ്തൂടെ? അത് നിർബന്ധമാണ്. പക്ഷെ വള്ളം ഒരുപാട് വീട്ടുകൾക്ക് ഉപകാരമാണ്. ഈ വള്ളവും ആ വള്ളമൊക്കെ എല്ലാ വീട്ടുകൾക്കും ഒരു ആ ഇതിൽ തന്നെ ഒരു 20 മോട്ടറോളം ഉണ്ടായിരുന്നു. ഓരോ വീട്ടിലും വള്ളം കൊണ്ടുപോകുന്നുണ്ട്, അതേ പള്ളിക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ശാശ്വത പരിഹാരം കാണണം. എന്റെ ബാക്കിൽ ഈ കാണുന്ന ഈ ലോറിയില്ലേ, ഈ ലോറി കാണുമ്പോൾ വിഷമാണ്. കാര്യം ഒരുപാട് വേദനയാണ് എനിക്ക്. കാര്യം ഞങ്ങളൊക്കെ ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി അത്രയേറെ സംസാരിക്കുന്നതാണ്. ഒരു ജീവൻ എടുത്തു എന്ന് പറയുമ്പോൾ, ഒരാളുടെ മരണത്തിന് കാരണമാക്കി എന്ന് പറയുമ്പോൾ 100% അത് സംസാരിക്കാതിരിക്കാൻ വയ്യ എന്നുകൊണ്ടാണ് ഈ സ്ഥലത്ത് ഞാൻ എത്തി സംസാരിക്കുന്നത്. മനാഫ്ക എന്നോട് ആദ്യം പറയാണ് നമുക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് ഞങ്ങളോട് എത്തിപ്പെട്ടത്. ഒരു മുസ്തഫ പോലും ഇനി മരിക്കാൻ വേണ്ടി പാടില്ല. ഈ ആദവനാട് പഞ്ചായത്തിനോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവിടെ ബോർഡ് നിർമ്മിക്കണം, ഇവിടെ തടയണ നിർമ്മിക്കണം. കാര്യം ഇനി ഒരാൾ പോലും ഇവിടെ മരിച്ചിട്ട് നിങ്ങൾ കൈകൂപ്പി വരരുത്. ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭരണം അല്ലെങ്കിൽ എന്ത് പഞ്ചായത്താവട്ടെ മുനിസിപ്പാലിറ്റി ആവട്ടെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള സാധനമാണ് ആദ്യം ഒരുക്കേണ്ടത്. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഓരോരുത്തരെയും പേരെടുത്തു പറഞ്ഞ് വാർത്ത ചെയ്യാൻ ഞങ്ങൾ പഠിക്കില്ല. കാര്യം ഒരു പാവപ്പെട്ട വ്യക്തി ആണ് ഇവിടെ മരിച്ചുപോയത്. മുസ്തഫ പോലെ ഒരാൾ ഇനി ഇവിടെ മരിക്കരുത് എന്ന് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഒരു മുസ്തഫക്ക് തക്കതായ ഒരു നഷ്ടപരിഹാരം കൊടുക്കണം. കാരണം 100% ഇത് റോഡിന്റെ പ്രശ്നമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന് കുടുംബമുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അർഹിച്ച നല്ലൊരു എമൗണ്ട് നഷ്ടപരിഹാരം കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രക്ഷോഭ പരിപാടിയിലേക്ക് മുന്നോട്ടേക്ക് നീങ്ങും. തീർച്ചയായും. അപ്പോ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ പോലും മരിക്കരുത്. ഇവിടെയുള്ള ആളുകളൊക്കെ മനുഷ്യന്മാരാണ്, മൃഗങ്ങളല്ല. അപ്പോൾ മനുഷ്യന്മാർക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ളതാണ്. യുദ്ധകാല അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ പറയാണ്, യുദ്ധകാല അടിസ്ഥാനത്തിൽ പഞ്ചായത്തിനോട് പറയാണ് എത്രയും പെട്ടെന്ന് ഇത് തീരുമാനം എടുക്കണം. ഇനി ഒരു ജീവന് പൊലിയരുത്, ഇനി ഇവിടെ ഒരു ജീവൻ ഇല്ലാതാവരുത്, ഒരു കുടുംബത്തിന്റെ അത്താണി ഇവിടെ ഇല്ലാണ്ടാവരുത്. പാവപ്പെട്ട് രാവിലെയും രാത്രിയൊക്കെ ഇരുന്ന് വല്ലാത്ത രീതിയിൽ കഷ്ടപ്പെടുന്ന ആളുകളാണ് ഡ്രൈവർമാർ എന്ന് പറയുന്നത്. ഇനി ഉണ്ടാവരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് പറയാണ്, എത്രയും പെട്ടെന്ന് ഇത് സ്ഥാപിച്ചില്ലെങ്കിൽ പേരെടുത്ത് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിന്റെയും പേരെടുത്ത് പറഞ്ഞ് ഞങ്ങൾ വാർത്ത ചെയ്യും. ഉറപ്പായിട്ട് പറയാണ്. കാര്യം എന്താ വെച്ചാൽ അത് യാതൊരു മടിയും ഞങ്ങൾ കാണിക്കാറില്ല. ഇവിടുത്തെ MLA എടുത്തു പറയും, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക ഇത് ശരിയായിക്കൊള്ളാം. നന്ദി, നമസ്കാരം.